ഹായ് ഗായ്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷവോമിയുടെ MI11 ലൈറ്റ് എന്നൊരു മികച്ച ഡിസൈൻ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തത്. എന്നാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്പെക് ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ തിക്നെസ്സുമാണ്. കാരണം വളരെ മികച്ച ലൈറ്റ് തിൻ ഫോണായിട്ടാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 156 ഗ്രാം വെയ്റ്റോട് കൂടി 6.8 mm തിക്നെസ്സോട് കൂടിയാണ് ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 mm തിക്നെസ് ഉള്ള ഫോണുകളൊക്കെ അല്ലെങ്കിൽ 200 ഗ്രാമുള്ള ഫോണുകളൊക്കെ വളരെ തിന്നായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഫോൺ എത്രത്തോളം ലൈറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു ഫോൺ വെറും വെയ്റ്റും തിക്നെസ്സും ഹൈലൈറ്റ് ചെയ്തിട്ട് ഇറക്കിയ ഫോണാണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള സ്പെസിഫിക്കേഷനുകൾ ഈ ഒരു ഫോണിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1B കളേഴ്സ് എന്നൊരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോണിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൂടി ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 800 നിറ്റ്സാണ് ഇതിൻ്റെ ടോപ്പ് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ 156 ഗ്രാം വെയിറ്റോട് കൂടി 6.8 mm തിക്നെസ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. IP53 ആൻഡ് ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൊട്ടക്ഷനും കൂടി ഇതിൻ്റെ ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയും ബോഡിയും ഒക്കെ നോക്കുമ്പോൾ വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം നല്ലൊരു മികച്ച ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്നൊരു 8nm ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അഡ്രീനോ 618 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ MIUI 12 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് ഈ ഒരു വിലയ്ക്ക് മികച്ച പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. മികച്ച പ്രോസസ്സറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് നല്ല മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്ന ചിപ്സെറ്റാണ്. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മികച്ച പ്രോസസ്സറൊന്നും പറയാൻ പറ്റില്ല. പ്രോസസ്സർ വളരെ മികച്ച പ്രോസസ്സർ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഗെയിമിംഗ് ചിപ്സെറ്റൊക്കെ വരുന്ന ഫോണുകൾ ധാരാളമുണ്ട്. എന്നാൽ ഈ ഒരു പ്രോസസ്സർ മികച്ച പ്രോസസ്സർ തന്നെയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സൽ f1.8 വരുന്ന വൈഡ് ആംഗിളും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡുവൽ ടോൺ ഫ്ലാഷ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 16 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും അതുപോലെ തന്നെ അതിൽ 1080pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ നല്ലൊരു മികച്ച ക്യാമറ തന്നെയാണ്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ക്യാമറ ഭാഗത്തും വളരെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ലൊരു മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 4250 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ ബാറ്ററി MAH കൊടുക്കാൻ കാരണം ഇതിൻ്റെ വെയ്റ്റിനും തിക്നെസ്സിനും കാരണമാണ്. കാരണം ബാറ്ററി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റൊക്കെ കൂടും. അതുകൊണ്ടാണ് ഈ ബാറ്ററി ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ളത്. എന്നാലും ഇത്രയും MAH ഈ വെയ്റ്റിനകത്ത് ഇവർക്ക് ഒതുക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ചാർജ് ചെയ്യാൻ വേണ്ടി Type-C പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. കാരണം എന്തൊരു ആവശ്യം വന്നാലും നമുക്ക് 3.5 mm ജാക്ക് അത്യാവശ്യമാണ്. കാരണം ഈ ഫോണിൻ്റെ വെയിറ്റ് കുറക്കാനായിരിക്കും. എന്നാലും കുറച്ചുകൂടി വെയിറ്റ് കൂടിയാലും പ്രശ്നമില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുക്കായിരുന്നു. ഇതിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ 4 സ്റ്റോറേജ് വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. 4GB 64GB, 6GB 64GB, 6GB 128GB, 8GB 128GB എന്ന 4 വേരിയൻറ്റിൽ ഈ ഫോൺ ലഭിക്കുന്നുണ്ട്.
ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 21,999 രൂപയും ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 23,999 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിസൈനും മറ്റ് ബോഡിയും അതേപോലെ വെയ്റ്റും തിക്നെസ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു സ്ലിം ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരു പ്രോസസ്സറും മറ്റു കാര്യങ്ങളൊന്നും ഇതിലില്ല. എന്നാലും നമുക്ക് തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. 22,000 രൂപ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്നൊരു പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പോക്കോ X3 ഇപ്പോൾ ഈ ഒരു പ്രോസസ്സറാണ്. എന്നാൽ ഈ 22 അല്ലെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി വീഡിയോക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.